വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരമില്ല എന്ന നിലപാട് ആവർത്തിക്കുകയാണ് വനമന്ത്രി കെ ശശീന്ദ്രൻ. കേരളത്തിൽ ഇനിയൊരു വാഹന അപകട മരണമോ ആത്മഹത്യയോ ഉണ്ടാകില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എന്നാണ് മന്ത്രിയുടെ ചോദ്യം. അതിനിടെ അനധികൃതമായി വനത്തിൽ പ്രവേശിക്കുന്നവരെ നിരീക്ഷിക്കാൻ വനം വകുപ്പ് നടപടി തുടങ്ങി. തുടർച്ചയായുണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിപക്ഷ വിമർശനം തുടരുന്നതിനിടെയാണ് വനം മന്ത്രിയുടെ വിവാദ പരാമർശം. വന്യജീവി ശല്യത്തിന് ശാശ്വതമായ ഒരു പരിഹാരമില്ല. കേരളത്തിൽ ഇനിയൊരു വാഹനാപകട മരണമോ ആത്മഹത്യയോ ഉണ്ടാകില്ലെന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ എന്ന് മന്ത്രി കെ ശശീന്ദ്രൻ. ഞാൻ വീണ്ടും നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, ഇതിന്റെ ശാശ്വത പരിഹാരം എന്താ? ഒരു നിർദ്ദേശം പറയാം, ഏത് നിർദ്ദേശം പറഞ്ഞാൽ ഞാനത് സ്വീകരിക്കാം. ശാശ്വത പരിഹാരത്തിന് ഇനി മേലാൽ കേരളത്തിൽ ഒരു ആത്മഹത്യ ഇല്ല എന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? ഇനി മേലാൽ കേരളത്തിൽ ഒരു മോട്ടോർ വാഹന അപകടം ഉണ്ടാവില്ല എന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? ആ ദുരന്തങ്ങൾക്ക് അവസാന വാക്ക് പറയാൻ ആർക്കാ സാധിക്കുക? എനിക്ക് മനസ്സിലായില്ല. ആർക്കാ സാധിക്കുക? പ്രതിപക്ഷ നേതാവിനെ പറയാൻ പറ്റുമോ അന്തിമമായി ഇനി നാളെ മുതൽ ഉണ്ടാവില്ല എന്ന്? അനധികൃതമായി വനത്തിൽ പ്രവേശിക്കുന്നതിനെതിരെ ഇന്നും മന്ത്രി നിലപാട് കടുപ്പിച്ചു. വനാതിർത്തിയിലുള്ളവരും വനത്തിൽ പ്രവേശിക്കേണ്ടെന്ന് മന്ത്രി. ഒരു സാധാരണ പൗരന് വനത്തുള്ളിൽ കടക്കാൻ അനുവാദമുണ്ടോ ഇല്ലയോ? ഇപ്പോഴത്തെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഒരു മാധ്യമ പ്രവർത്തകന് അനുവാദമില്ലാതെ കാട്ടിൽ പോകാൻ സാധിക്കുമോ? ആദിവാസി ഗോത്ര വിഭാഗങ്ങൾക്ക് ഒഴികെ മറ്റാർക്കെങ്കിലും മന്ത്രി കെ ശശീന്ദ്രന് പോകാൻ അനുവാദമുണ്ടോ? അതേസമയം അനധികൃതമായി വനത്തിൽ പ്രവേശിക്കുന്നവർക്കെതിരെ വനം വകുപ്പ് നിരീക്ഷണം കർശനമാക്കി. നിയമലംഘകരെ പിടികൂടിയാൽ കർശന നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. 24 തിരുവനന്തപുരം.